ഹലോ ചുമരെ എന്നത്തെ പോലെ ചെറുതായിട്ട് മഴ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തൊട്ടടുത്ത് നമ്മൾ പുഴയിലോട്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മൾ ചെറിയൊരു കൊള്ളാണ് വരുന്നത്. പണ്ട് കാലത്ത് ചെറിയൊരു ഇടുങ്ങിയ വഴി മാത്രമായിരുന്നു. പിന്നീട് എല്ലാവരും കൂടെ അവിടുത്തെ നാട്ടുകാരോട് കൂടി റീവർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചാലാക്കി ഒരു കൊള്ളുപോലാക്കി എടുത്താണ്. ഈ കൊള്ളു നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയിലേക്കാണ്. പുഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പുഴയല്ല, ചെറിയൊരു തോടിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയൊരു പുഴയാണ്. നമ്മുടെ ഈ പുഴ അറിയപ്പെടുന്നത് നരസിപ്പുഴ എന്നാണ്. തൊട്ടടുത്ത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വെള്ളം കീറി ഇറങ്ങിയ പടലങ്ങ് കാണാം. അത്യാവശ്യം വെള്ളം ഇറങ്ങിയ ശേഷമാണ് നമ്മളിങ്ങോട്ട് വന്ന് നോക്കുന്നത്. ഇത് നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ പാറക്കുടിയാണ്. പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചാടിക്കൊണ്ട് നമ്മുടെ കടവും കൂടിയാണിത്. അത്യാവശ്യം ഫുള്ള് പാറയാണ് ചുറ്റിട്ട് വരുന്നത്. ഇവിടുന്ന് പാറേനെ മണ്ടേ നമ്മൾ താഴോട്ട് ചാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ കലക്കായി ചെടിയൊക്കെ വന്ന് കിടക്കുകയാണ്. ഇപ്പോൾ അധികം ആരും ഇറങ്ങുന്നില്ല മഴയുണ്ട് തന്നെ. നമ്മുടെ കടവിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടയാണ് വരുന്നത്, ചെറിയ സൈസ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പാണ് സൈഡിൽ, അതുപോലെ തണലുണ്ട്. പിന്നെ നമ്മളിവിടെ എല്ലാവരും നടക്കുന്നൊരു സ്ഥലം കൂടിയാണിത്. പണ്ടത്തെ നമ്മൾ കുടിക്കാൻ വരുമ്പോൾ ചെറിയൊരു തൈമരമായിട്ട് മാത്രം ഒരു മരമാണിത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ രീതിയിൽ മരമൊക്കെ ആയതുപോലെ തന്നെ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേര് പിടിക്കുന്ന കൊണ്ട് ചെടികളും കയറി പിടിച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ നേരെ പണ്ട് താഴോട്ട് വെള്ളത്തിലൂടെ ചാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇല്ലിയൊക്കെ വന്നിട്ട് ഫുള്ള് കാട് കയറി സൈഡൊക്കെ അധികം ആരും വരാത്തതുകൊണ്ടാണ് മൊത്തം ഇങ്ങനെ ആയിപ്പോയത്. ഇത് നമ്മുടെ പനമരമാണ്. കാരണം അത്യാവശ്യം ഇതിന് മണ്ണിൻ്റെ മുകളിൽ വളർന്നുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൻ്റെ മുകളിലായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസം നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു കൂടുതൽ ഓറഞ്ച് കളറാണ് നമുക്കിങ്ങനെ പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.